അതായത് ഈ മരത്തിന്റെ ഉള്ളിലെ അളവ് ഇങ്ങോട്ട് ഈ സൈഡ് വരെ നമുക്ക് ഇതേ ഡയമീറ്റർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു പോർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ, പോർട്ട് ലൊക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. സബ്വൂഫർ ബോക്സിൽ വരുന്ന പോർട്ട്, എയർ ഹോള്, അത് മുകളിലാണോ അല്ലെങ്കിൽ താഴത്താണോ നല്ലത്? അതെന്തിനാണ് അങ്ങനെ താഴത്തോ മേലെയോ കൊടുക്കുന്നത്? അതെന്താണ് അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ? ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഒരുപാട് സബ്വൂഫറുകൾ കണ്ടിട്ടുണ്ട്. അതായത് അത് മുകളിൽ പോർട്ടുള്ളതും താഴത്തെ പോർട്ടുള്ളതും സൈഡിൽ പോർട്ടുള്ളത്, ബാക്കിൽ പോർട്ടുള്ളത്, അതൊക്കെ എന്തിനാന്ന് നിങ്ങൾക്കറിയോ? അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുള്ള സബ്വൂഫറുകളിൽ, അതായത് ഈ റെഡിമെയ്ഡ് ടൈപ്പ് ഇങ്ങനെയുള്ള സബ്വൂഫറുകളിൽ നമ്മൾ എല്ലാത്തിനും കണ്ടത് ഇതിന്റെ എയർ ഹോളുള്ളത് താഴത്താണ്. അപ്പോൾ ഏത് പോർട്ട് ലൊക്കേഷനാണ് ഏറ്റവും ബെസ്റ്റ്? അപ്പൊ ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് സബ്വൂഫർ ടൈപ്പുകൾ നോക്കുക. അപ്പൊ ഈ ടൈപ്പ് നോക്കുക, നമ്മൾ ഒരുപാട് പേര് ഉപയോഗിച്ച് കണ്ടും പരിചയമുള്ള സാധനമാണ് ഈ ഇംപെക്സ് ടൈപ്പ്. അപ്പൊ ഇതിന് താഴത്താണ് എയർ ഹോൾ ഉള്ളത്, സൈഡിലാണ് ഊഫർ ഉള്ളത്. ഇത് വേറൊരു മോഡലാണ്. അപ്പൊ ഇതിനകത്തും ഇതുപോലെ തന്നെ താഴത്താണ് എയർ ഹോൾ ഉള്ളത്. ഇത് പക്ഷേ ബാൻഡ് പാസ് ടൈപ്പ് സബ്വൂഫർ ആണ്, സൈഡിൽ ഊഫറുള്ള ടൈപ്പ് അല്ല. ഈ മോഡൽ ഒന്ന് നോക്കിയേ, ഇതിന് അതിന്റെ സൈഡിലാണ് എയർ ഹോൾ വരുന്നത്. ഇതും ബാൻഡ് പാസ് ടൈപ്പ് സബ്വൂഫർ ആണ്. അതേപോലെ തന്നെ ഇത് ഡെയിൻറ്റി സബ്വൂഫർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റു വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു സബ്വൂഫർ ആണ്. അപ്പൊ ഇതിനും നമ്മളുടെ എയർ ഹോൾ കിടക്കുന്നത് മേലെയാണ്. അപ്പൊ കണ്ടല്ലോ, ഭൂരിഭാഗം റെഡിമെയ്ഡ് സബ്വൂഫറുകളിലും എയർ ഹോൾ ഉള്ളത് താഴത്താണ്. ചില ബോക്സുകൾക്ക് ബാക്കിലും, ചില ബോക്സുകൾക്ക് ടോപ്പില്, ചില ബോക്സുകൾക്ക് താഴത്ത്. അപ്പൊ നമ്മള് ഈ വീഡിയോയിൽ നോക്കുന്നത് താഴെയും മേലെയും സബ്വൂഫർ പോർട്ട് വെച്ചതിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് ആദ്യം ടോപ്പിൽ വെച്ചതിനെ പറ്റി പറയാം. ഈ സബ്വൂഫർ മേക്കിങ്ങിലും ഈ ലോ ഫ്രീക്വൻസി മേക്കിങ്ങിലും ഒക്കെ ഉള്ള, ഈ ലോ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ഒക്കെ ഉണ്ടാക്കുന്നതിലുള്ള ഒരു ടെക്നോളജിയിൽ പെടുന്നതാണ് ഈ സബ്വൂഫറിന്റെ പോർട്ട് പ്ലേസിംഗ്. അപ്പൊ ഈ പോർട്ട് പ്ലേസ് ചെയ്യുന്നതിന് അതിന്റെ കാൽക്കുലേഷൻ, അതിന്റെ ഒരു കണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെക്കുന്നതിന് ഒരു രീതിയും കണക്കും അളവും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ എയർ ഹോളിനെ സംബന്ധിച്ച് ചില എക്സ്പേർട്ട് ടിപ്സ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, ഏറ്റവും നല്ല അക്വാസ്റ്റിക് കപ്ലിംഗ് എക്സ്പീരിയൻസ്, അതായത് ഇപ്പോ ഊഫറിന്റെ വേപ്പർ വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെയും എയറിന്റെയും ആ ഒരു മാച്ചിങ് ഉണ്ട്. അത് ഏറ്റവും നന്നായി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് പോർട്ട് ഫ്രണ്ടിലുള്ള, ഊഫറും ഫ്രണ്ടിലുള്ള ടൈപ്പ്, അതായത് ഇതേ ടൈപ്പുള്ള ബോക്സുകൾക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ, അതങ്ങനെ താഴത്തല്ലാതെ മുകളിലോ സൈഡിലോ ബാക്കിലോ ഒക്കെ വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അതിനകത്തുള്ള സ്ഥലമില്ലായ്മ. അതിപ്പോ ഇതുപോലെ പവേർഡ് സബ്വൂഫർ ഒക്കെ ആകുമ്പോൾ അതിനകത്ത് സ്ഥലത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ആ ബോർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്ഥലം ബുദ്ധിമുട്ടാവും. ബാൻഡ് പാസ് ആകുമ്പോൾ സ്ഥലം ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളതിന് മാത്രമാണ് ആ ഒരു സ്ഥലത്തിന്റെ മാറ്റങ്ങൾ അവിടെ വരുന്നത്, ആ ഒരു എയർ ഹോൾ വരുന്ന സ്ഥലങ്ങൾ മാറി വരുന്നത്. മൂന്നാമത്, നിങ്ങൾ സ്വന്തമായിട്ട് സബ്വൂഫർ ബോക്സ് അടിക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഒരു പോർട്ടാണ്. ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഡെഡായ ഹോം തിയേറ്ററിന് ഊരിയെടുത്താണ്. അപ്പൊ നമ്മൾ ആ സബ്വൂഫർ അടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിന്റെ പുറത്ത് വരുന്ന ഭാഗമാണ്. അപ്പൊ ഇത് ഇതിന്റെ അകത്ത് വരുന്ന ഭാഗം. അപ്പൊ ഇത് ഇപ്പൊ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് നിൽക്കുന്നതായിരിക്കാം. ഇപ്പൊ താഴത്ത് ബോട്ടം ഗ്രൗണ്ട് ഫയർ ആണെങ്കിൽ ഇങ്ങനെയാണ് നിൽക്കുന്നതായിരിക്കാം. ഇനിയിപ്പോ ബാക്കിലാണെങ്കിൽ അത് ഇങ്ങനെയാണ് നിൽക്കുന്നതായിരിക്കാം. സൈഡിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ എങ്ങനെ ആയാലും ശരി, ഇതിന്റെ ഈ ഓപ്പണിംഗ്, അതായത് എയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം, ഊഫർ ഇവിടെയാണ് അല്ലെ ഇവിടെ ആയിരിക്കാം, ഊഫർ ഇപ്പുറത്തായിരിക്കാം. പക്ഷെ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ബ്ലോക്ക് ആവരുത്. അതെങ്ങനെ ബ്ലോക്ക് ആവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇതിന്റെ അടിഭാഗത്താണ് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ അടിയിൽ ഇത്ര സ്പേസേ കാണുള്ളൂ. അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റായ ട്യൂണിങ് ഫ്രീക്വൻസി കിട്ടില്ല, നല്ല കറക്റ്റായ എയർ ഫ്ലോ കിട്ടില്ല. അപ്പൊ അത് ബ്ലോക്ക് എന്ന് പറയാം. അതുപോലെ ഇതിപ്പോ ഒരു പവേർഡ് സബ്വൂഫറിനകത്ത് വെക്കുമ്പോൾ നമ്മളിത് ഫ്രണ്ടിലേക്ക് ബേസ് ചെയ്തിട്ട് അടിയിലാണ് വെക്കുന്നത് വെച്ചാൽ, നമ്മളിവിടെ ഇതിന്റെ പവർ ബോർഡ്, ട്രാൻസ്ഫോമർ ഒക്കെ ബ്ലോക്കായി നിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതൊരു ടിപ്പും കൂടി ഉണ്ട്, അത് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അത് ഈ എയർ ഹോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴേ പറയാം. അതിന് മുമ്പ് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നാലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതെന്താന്ന് വെച്ചാൽ, ഏറ്റവും ബെസ്റ്റ് പോർട്ട് ലൊക്കേഷൻ ഏതാന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പറയാം. അപ്പൊ പോർട്ട് ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു പോർട്ട് ലൊക്കേഷൻ, അതായത് ഈ ഒരു സ്ഥലത്താണ് പോർട്ട് ലൊക്കേഷൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് മൊത്തം സബ്വൂഫറുകൾക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണെങ്കിൽ, എല്ലാ കമ്പനികൾക്കും എല്ലാ മാനുഫാക്ചേഴ്സിനും ആ ഒരേ സ്ഥലത്ത് പോർട്ട് വെച്ചിട്ട് സബ്വൂഫർ അടിച്ചു വിട്ടാൽ മതി. നമ്മളായാലും അത് കണ്ട് കോപ്പി ചെയ്ത് നമുക്കും അതുപോലെ അടിച്ചു വിട്ടാൽ മതി. അതിനുള്ളിൽ അവിടെ എത്ര അളവിലാണ് പോർട്ട് വെച്ചിട്ടുള്ളത്, ആ പോർട്ട് വെച്ച് എത്ര നീളത്തിലാണ്, അത് നോക്കി അതേപോലെ ഒരു സാധനം ഉണ്ടാക്കിയാൽ നമുക്ക് സബ്വൂഫർ ഒരു കമ്പനിയിൽ നിന്ന് വേണ്ട, നമുക്ക് തന്നെ ഇഷ്ടം പോലെ അടിച്ചിറക്കാം. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫൈഡ് ആയ ഒരു സ്ഥലമല്ല, ഇന്ന സ്ഥലത്തെ വെക്കാവൂ എന്നുള്ള ഒരു സ്ഥലമല്ല, അതെല്ലാവരും മനസ്സിലാക്കുക. പക്ഷെ അപ്പോഴും എന്താണ് ആ വ്യത്യാസം? അപ്പൊ ആ കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമായില്ലല്ലോ. നമുക്ക് നല്ല സൗണ്ട് എയർ ഹോൾ കൂടി കിട്ടാനാണോ? അല്ല, എയർ ഹോൾ കൂടി സൗണ്ട് വരുന്നില്ല. ഇങ്ങനെ മേലെ താഴത്തോ എവിടെ വെച്ചാലും ശരി, സബ്വൂഫറിന്റെ എയർ ഹോൾ കൂടി യാതൊരു വിധ സൗണ്ടും വരാൻ പാടില്ല, അല്ലെങ്കിൽ വരുന്നില്ല. എയർ ഹോൾ കൂടി നിങ്ങളുടെ സബ്വൂഫറിന് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല, അങ്ങനെ വരാൻ പാടില്ല.
എയർ ഹോൾ കൂടി സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് വേറൊരു വിഷയമാണ്, അത് വേറെ സംഭവമാണ്. അത് നമുക്ക് ഈ വീഡിയോയിലല്ല, അത് വേറെ വീഡിയോയിൽ പറയാനുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സബ്വൂഫർ പോർട്ട് ലൊക്കേഷനാണ്. മേലെയാണോ താഴെയാണോ ബെസ്റ്റ് എന്നാണ്. അതിൽ ആദ്യത്തെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ആ യൂസറുടെ ഇൻട്രസ്റ്റ് ആണ്. യൂസർ ഇൻട്രസ്റ്റ് വിട്ടൊരു കളിയില്ല. അതായത് നിങ്ങളൊരു ആ സാധനം വാങ്ങുന്നെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ് അതിൽ ഏറ്റവും പ്രധാനം. അടുത്തത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പോലും ഒരാള് സബ്വൂഫർ അടിക്കാൻ വന്നാൽ ഞാൻ മുകൾ ഭാഗത്ത് പോർട്ടിട്ട് കൊടുക്കലുണ്ട്. അപ്പോ ഞാൻ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നതെന്ന് അറിയോ? ആളുകൾ എൻ്റെ അടുത്ത് സബ്വൂഫർ ബോക്സ് അടിക്കാൻ വരികയാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുക, നിങ്ങൾക്ക് ഏത് ടൈപ്പ് സബ്വൂഫറാണ് വേണ്ടി? അപ്പൊ പോർട്ടഡാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ സീൽഡ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സൗകര്യം പോലെ അടിക്കാം. പോർട്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പോർട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിക്കും. പോർട്ട് നീളത്തിൽ വേണോ, പോർട്ട് റൗണ്ട് വേണോ ചോദിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ യൂസർ ഇൻട്രസ്റ്റ്. അതായത് ആ വാങ്ങുന്ന ആളെ, ആ ബയർ ഇൻട്രസ്റ്റ് ആണ് അത് ആദ്യം ചോദിക്കുക. അപ്പോൾ റൗണ്ടോ സ്ലോട്ടോ എങ്ങനെയാ വേണ്ടതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചിലർ ഇപ്പോൾ റൗണ്ട് മതി എന്ന് പറയും, ചിലർ സ്ലോട്ട് മതി അറിയും. അപ്പൊ അടുത്ത ചോദ്യത്തിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിഷയം കിടക്കുന്നത്. നിങ്ങൾക്ക് പോർട്ട് എവിടെ വേണം? ഫ്രണ്ടിൽ വേണോ, അത് മുകളിൽ വേണോ, താഴത്ത് വേണോ, സൈഡിൽ വേണോ, ബാക്കിൽ വേണോ? അത് ചോദിക്കുക. അവർ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അപ്പൊ ചിലർ പറയും എനിക്ക് മുകളിൽ മതി, എനിക്ക് താഴത്ത് മതി, എങ്ങനെ സൈഡിൽ മതി, ഓരോരുത്തർ ആവശ്യം പറയും. അപ്പൊ അതിൽ നമ്മളിപ്പോ പറയുന്നത് മുകളിലും താഴത്തുള്ള കാര്യമാണ്. അപ്പൊ മുകളിൽ വേണ്ടവരോട് ചോദിച്ചാൽ, അതായത് നിങ്ങൾക്ക് എന്തേ അത് എയർ ഹോൾ മുകളിൽ വെക്കാൻ താല്പര്യം തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, പോർട്ട് താഴത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ വല്ല പാറ്റകളോ മറ്റൊക്കെ കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഫ്ലോറിന് അടുത്തായിരിക്കും എയർ ഹോൾ ഉണ്ടാവും. അപ്പൊ അത് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. എലി കയറാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് സബ്വൂഫറുകളിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ചിലർക്ക് അത് മുകളിൽ വേണമെന്ന് പറയാൻ കാരണം. താഴത്ത് എയർ ഹോൾട്ട് ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സിന് അറിയില്ലല്ലോ നമ്മളുടെ സാധാരണക്കാരന്റെ വീടിന്റെ അവസ്ഥ. പൊടിയോ പാറ്റയോ മറ്റു പ്രാണികളോ അല്ല മറ്റു എലികളോ പാമ്പുകളോ അങ്ങനെയൊന്നും കയറാത്ത വീടുകളിൽ താഴത്തോ എവിടെ വേണേ വെക്കാം. അതൊരു കാരണം മാത്രമാണ് ഈ പറയുന്നത്. അപ്പൊ ഇനി അടുത്തത് ചിലര് താഴത്ത് മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ താഴത്ത് മതി എന്ന് പറയുന്നതിന്റെ ആ ഒരു പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഊഫർ വർക്ക് ചെയ്യുമ്പോൾ ഈ സക്ഷൻ ഉണ്ടാവും. അതായത് ഊഫർ താഴത്തും എയർ ഹോൾ മേലെ വയ്ക്കും. സക്ഷൻ, ഈ എയർ ഹോൾ ഇങ്ങനെ സക്ഷൻ ചെയ്യുമ്പോൾ പുറത്തുണ്ടാകുന്ന ഈ പൊടികൾ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഊഫർ താഴത്തായിരിക്കുമ്പോൾ അതിന്റെ മുകളിൽ പോയിട്ട് അടിഞ്ഞു കൂടിയിട്ട് ഈ ഊഫറിന് ഒരുപാട് റെസ്റ്റ് ആയിട്ടും വൃത്തികേടാവുകയും ചെയ്യും. അതൊന്നും ചിലർക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, പിന്നെ കുട്ടികളോ മറ്റൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ വല്ല പെൻസില്, പെന്ന്, അങ്ങനെ മറ്റു സാധനങ്ങളൊക്കെ ഈ എയർ ഹോൾ കൂടി അകത്തേക്ക് ഇടും. അപ്പൊ അത് ചിലത് ഭാഗ്യം കൊണ്ട് എവിടെയും തട്ടാതെ താഴെ കിടക്കും, ചിലത് ബോർഡുള്ള ടൈപ്പാണെങ്കിൽ അതിൽ പോയി ഷോർട്ട് ആവും, ചിലത് ഊഫറിന്റെ മുകളിൽ പോയി കുടിയും കിടക്കും. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ചിലർ താഴെ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ കാരണങ്ങളിൽ എന്തെല്ലാം പരമാർത്ഥം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇനി അടുത്തത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഇതിന് പെർഫോമൻസ് എങ്ങനെയാണ്? ഈ ഫ്രണ്ടിൽ വൂഫറുള്ള ടൈപ്പ്, ഇതേപോലത്തെ വൂഫറുള്ള ടൈപ്പ്, താഴത്തെ എയർ ഹോളുള്ള ടൈപ്പ് ആണെങ്കിൽ പെർഫോമൻസിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് പെർഫോമൻസ് വളരെ കൂടുതലാണ് മറ്റുള്ളതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അതായത് ഫ്രണ്ട് ഫയറിംഗിൽ പോർട്ട് ടൈപ്പ് ടോപ്പ് പെർഫോമൻസ് ആണ്. പോർട്ട് ഡിസൈൻ ചെയ്യുന്നത് അതിപ്പോ റൗണ്ട് ആയാലും ശരി, സ്ലോട്ടഡ് ആയാലും ശരി, അത് ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ ലെങ്ത്, അതിന്റെ ലൊക്കേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഭാവി വീഡിയോകളിൽ വരാണ്ട്. അപ്പൊ അത് പല കാരണം കൊണ്ടും പല സൈസിലാണ് നമ്മളുടെ പോർട്ടുകൾ വരിക. അപ്പൊ അതെല്ലാം നമ്മൾക്ക് ഡിസൈനിങ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. അപ്പൊ അങ്ങനെ കൂടുതൽ അങ്ങനെയുള്ള താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പൊ നമ്മളുടെ ബോണസ് ടിപ്പ് ഉണ്ട്. അതായത് ഈ പോർട്ടിന്റെ ഈ ഭാഗവും നമ്മൾ വെക്കുമ്പോൾ നമ്മൾ അതിന്റെ രണ്ട് ഭാഗവും ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഈ റൗണ്ട് പോർട്ട് നമുക്ക് ഈ ബോക്സിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഈ പോർട്ടിന്റെ ഡയാമീറ്റർ നോക്കുകയാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ അതേ ഡയാമീറ്റർ തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും അതേപോലെ തന്നെ 4 ഭാഗത്തേക്കും. എന്ന് മാത്രമല്ല, നമ്മൾ ഈ പോർട്ട് ഇവിടെ വെച്ചിട്ട്, അതായത് കറക്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലെവലിൽ ഇവിടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പിന്നെ സ്പേസ് ഇല്ല. അതായത് ഈ പോർട്ടിന്റെ അതേ ഡയാമീറ്റർ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം ഉണ്ടായിരിക്കണം. അതായത് ഇതിന്റെ ഇന്റേണൽ വാൾ, അതായത് ഈ മരത്തിന്റെ ഉള്ളിലെ അളവ് ഇങ്ങോട്ട് ഈ സൈഡ് വരെ നമുക്ക് ഇതേ ഡയാമീറ്റർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു പോർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ, പോർട്ട് ലൊക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. അതേസമയം ഇങ്ങനെയുള്ള പോർട്ട് നമ്മൾ ഇവിടെ വെക്കുകയാണെങ്കിൽ, അതായത് ഈ വലിപ്പമുള്ള പോർട്ട് ഈ ടൈപ്പ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഇതിവിടെ കറക്റ്റാണ്, ഈ ബോക്സിന് കറക്റ്റാണ്. കാരണം ഇതിന്റെ ഇതേ ഡയാമീറ്ററോ അല്ലെ അതിലധികമോ നമുക്ക് ഇവിടെ ഈ സ്പേസിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. വളരെ കറക്റ്റായ ഒരു എയർ ഹോളാണ് ഈ ബോക്സിനെ സംബന്ധിച്ച്, ഈ സൈസിന്. അതുകൊണ്ട് തന്നെയാണ് കമ്പനി ഈ ബോക്സിന് ഇതേ സൈസുള്ള ഏകദേശം അളവിട്ട്, അതായത് ഇതിപ്പോ ഇതിന്റെ ഉള്ളിൽ വളരെ അടുത്ത ഒരു അളവ് വ്യത്യാസമുള്ളൂ ഈ പോർട്ടും തമ്മിൽ. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ അളവ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഡയാമീറ്ററിന്റെ അളവ് നോക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്നോ. ഇതേ അവസ്ഥ തന്നെയാണ് പോർട്ടിന്റെ അതേ ആ അകലം, അതായത് ഈ അകലം കാണുന്ന അതേ അകലത്തിൽ തന്നെ ആയിരിക്കണം നമ്മളുടെ പോർട്ട് തീരുന്ന അവിടം വരെ പോകേണ്ടത്. അവിടുന്ന് ബാക്കിലെ വോളിന്റെ അടുത്ത് നിന്ന് ദൂരം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാതെ ഇതേപോലെ തന്നെ പോയിട്ട് ഇറങ്ങണം.
അപ്പോൾ സബ്വൂഫർ സ്വന്തമായിട്ട് ചെറുതായാലും വലുതായാലും അടിക്കുന്നവർക്ക് നമ്മളുടെ ഈ ബോണസ് ടിപ്പ് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ പോർട്ട് ലൊക്കേഷൻ ഫ്രണ്ടിൽ മേലെയോ താഴെയോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൽ കാര്യങ്ങൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.